Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. മലയോര ഹൈവേയുടെ നിലമ്പൂർ വെളിയംതോട് മുതൽ മയിലാടിപ്പാലം വരെയുള്ള ഭാഗത്ത് റോഡ് പൊളിക്കേണ്ടി വന്നത് യുജി കേബിൾ സ്ഥാപിക്കാനാണെന്ന് നിലമ്പൂർ KSCB സബ്സ്റ്റേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വേലായുധൻ. റോഡ് പഴയപടി പുനഃസ്ഥാപിക്കുന്നതിന് കേരള റോഡ് ഫണ്ട് ബോർഡിന് 16.5 ലക്ഷം രൂപ അടവാക്കിയിട്ടുണ്ട്. പൊളിച്ച ഭാഗം പുനഃസ്ഥാപിക്കാൻ 1.5 ലക്ഷം രൂപയും ഭാവിയിൽ റോഡിന് തകരാർ സംഭവിച്ചാൽ റോഡിൽ അറ്റകുറ്റപ്പണി നടത്താനായി 15 ലക്ഷം രൂപയുമാണ് നൽകിയിട്ടുള്ളത്. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ റോഡ് വെട്ടിപ്പൊളിച്ചതിൽ ജനങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കാനെത്തിയ നിലമ്പൂർ നഗരസഭാ കൌൺസിലർമാരായ കുഞ്ഞുട്ടിമാൻ, റനീഷ് കുപ്പായി എന്നിവരോടാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. യുജി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ കേരള റോഡ് ഫണ്ട് ബോർഡിന് 4 മാസം മുൻപ് തന്നെ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ റോഡ് നിർമ്മാണം കഴിഞ്ഞാണ് അനുമതി ലഭിച്ചത്. KSCB ഇതേ തുടർന്ന് 16.5 ലക്ഷം രൂപ അടച്ച ശേഷമാണ് പ്രവൃത്തി തുടങ്ങിയത്. വെളിയംതോട് മുതൽ മയിലാടിപ്പാലം വരെ അണ്ടർഗ്രൗണ്ടിലൂടെ യുജി കേബിൾ സ്ഥാപിച്ചതിലൂടെ മേഖലയിലെ വൈദ്യുതി മുടക്കത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും. 110 kV ലൈൻ ഓഫാക്കേണ്ട സാഹചര്യം വന്നാൽ 33 kV ലൈനും 11 kV ലൈനും ഒന്നിച്ച് ഓഫാകുന്ന അവസ്ഥയാണുള്ളത്. ഇതിന് പരിഹാരം കണ്ടെത്താനാണ് 110 kV ലൈന് അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത്. കൂടാതെ ആട്യൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ വൈദ്യുതോൽപാദനത്തെയും നിലവിൽ ലൈൻ ഓഫാക്കുന്ന സമയത്ത് ബാധിച്ചിരുന്നു. യുജി കേബിൾ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിലൂടെ ആട്യൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും നിലമ്പൂർ സബ്സ്റ്റേഷനിലേക്കും പോത്തുകൽ സബ്സ്റ്റേഷനിലേക്കും തടസ്സമില്ലാതെ വൈദ്യുതി എത്തിക്കാൻ കഴിയും. ജനങ്ങളുടെ പ്രയാസം ഉൾക്കൊള്ളുന്നുവെന്നും 2 ആഴ്ചക്കുള്ളിൽ റോഡ് പൂർവാവസ്ഥയിലാക്കുമെന്നും പ്രവർത്തിക്ക് അനുമതി ലഭിക്കാനുണ്ടായ കാലതാമസമാണ് നിലവിലെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നും പറഞ്ഞു. പബ്ലിക്കിന്റെ ഇടയിൽ മയിലാടി വെളിയംതോട് സബ്സ്റ്റേഷൻ വരെയുള്ള ഒരു അണ്ടർഗ്രൗണ്ട് കേബിൾ ഇടുന്ന ഒരു വർക്ക് KSCB നടന്നു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട് പബ്ലിക്കിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ്, നമ്മളെ ആശങ്ക മാറ്റാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു വർക്കാണ്. KSCB നടപ്പിലാക്കുന്ന ഒരു വർക്കാണ്. ഇത് യുജി കേബിൾ, അണ്ടർഗ്രൗണ്ട് കേബിൾ, അതായത് വെളിയംതോട് സബ്സ്റ്റേഷനിൽ നിന്നും മയിലാടി പാലം വരെ യുജി കേബിൾ ഇടുന്ന ഒരു വർക്കാണ്. ഇത് ഇടുന്ന ഒരു വർക്ക് എന്താ പ്രയോജനം ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ ഈ വെളിയംതോട് ഭാഗത്ത് എന്തെങ്കിലും ഒരു വർക്ക് വരികയാണെങ്കിൽ 3 ലൈനുകൾ ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. അതായത് 33 kV ലൈൻ, 11 kV ലൈൻ, അതുപോലെ LT ലൈൻ ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. ഇങ്ങനെ ഓഫ് ചെയ്യുന്ന സമയത്ത് നിലമ്പൂർ ടൗണിലേക്കുള്ള വൈദ്യുതി ഇൻട്രപ്റ്റഡ് ആവുകയും വൈദ്യുതി ഇല്ലാതാവുകയും അത് വ്യാപാര സ്ഥാപനങ്ങളെയും ഹോസ്പിറ്റലുകളെയും ബാധിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി ആണ് നമ്മൾ ഈ യുജി കേബിൾ ഇടുന്ന ഒരു വർക്ക് ചെയ്യുന്നത്. വെളിയംതോട് മുതൽ മയിലാടി പാലം വരെയുള്ള വർക്ക് നമ്മൾ യുജി കേബിൾ ഇട്ട് സപ്ലൈ അകമ്പാടം, പോത്തുകല്ല്, ആടിയമ്പറ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇത് തന്നെയാണ്, അൺഇൻട്രപ്റ്റഡ് പവർ സപ്ലൈ പബ്ലിക്കിന് ലഭിക്കുക എന്നുള്ളത്. മാത്രമല്ല, ആടിയമ്പറയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതി നമുക്ക് നിലമ്പൂർ സബ്സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗവും കൂടിയാണ് ഈ 33 kV ലൈൻ. യുജി കേബിൾ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിലൂടെ അപകട സാധ്യത ഇല്ലാതാക്കാനും കഴിയും. വകുപ്പുകൾ തമ്മിലുള്ള ധാരണയില്ലായ്മയും പിടിവാശികളുമാണ് ലക്ഷങ്ങളുടെ നഷ്ടത്തിന് കാരണമാകുന്നത്. ഫണ്ട് ഏത് സർക്കാർ നൽകിയാലും അത് സാധാരണക്കാരുടെ ഉൾപ്പെടെയുള്ള നികുതി പണമാണെന്ന് അധികൃതർ മറക്കാതിരുന്നാൽ മതി. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.